ഇച്ചിരി ഇട്ടോ അടി. അപ്പം മസാലക്കകത്ത് ചേർത്തല്ല. അപ്പം ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അപ്പോൾ എന്തായാലും നമ്മുടെ കുക്കർ. ഹായ് മച്ചാന്മാരെ, മൈഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. കുറേ നാളായി നമ്മളൊരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇടിച്ചക്കയാണ്. അപ്പം ഇടിച്ചക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇത്തരം ഇടിച്ചക്കകൾ ചെയ്യാൻ അറിയാവുന്നവരും കാണും, അറിയാത്തവരും കാണും. അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോട്ടെ, അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഏറ്റവും ഗുണമുള്ള ഒരു തോരനാണ് ഇടിച്ചക്ക തോരൻ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ വലിയ വിളഞ്ഞ ചക്കയൊന്നുമില്ല. ഇവിടെ കണ്ടോ, നല്ല ഈ നിൽക്കുന്ന കൊച്ചു ചക്കകളാണ് വേണ്ടത്. കാരണം ഇവിടെ എല്ലാം നല്ല കൊച്ചു ചക്കകൾ ഇപ്പോൾ ഈ ഒരു പരുവത്തിലുള്ള ചക്കകൾ വെച്ചിട്ടാണ് നമ്മൾ ഇടിച്ചക്ക ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. അതുകൊണ്ട് ഇവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിൽ വലിയ ചക്ക അതാണ് ഇവനാണ്. ഇവനെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. നല്ല കറയായിരിക്കും. നല്ല കറ എന്ന് പറയുമ്പോൾ ഒരു തുള്ളി കറയില്ലുണ്ട്. ഇത് വേടി ചെയ്ത് നമ്മളെ പറ്റിക്കാനായിട്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ എന്തായാലും ആൾക്കാർ വീട്ടിലുണ്ട്, ഈ വീട്ടിൽ പണിക്കാരുണ്ട്. ആർക്കും കൂടി ഇച്ചിരി കൊടുക്കണം. നമുക്ക് ഒരു ചക്കയും കൊടുക്കാം. രണ്ട് ഇടിച്ചക്ക ആയിട്ടുണ്ട്. ചെറിയ പൊട്ട് ചക്ക. അത് ഉറുമ്പുണ്ട് കേട്ടോ, ഭയങ്കര നീറാണ് അവൻ. തറയിടുന്ന പോകും. ഓക്കെ ഓക്കെ. അപ്പോൾ രണ്ട് ചക്കയുടെ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ബാക്കിയുള്ള കലാപരിപാടിയെല്ലാം വീട്ടിൽ ചെന്നിട്ട്. ചക്കയൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഒടുക്കത്തെ വെയിലാണ്. ഒടുക്കത്തെ വെയിൽ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വെയിൽ. എൻ്റെ പൊന്നി കൊണ്ട് നമ്മുടെ പിള്ളേരെല്ലാം ഇടന്ന് വെയിലുള്ളൂ. ഞാനേ പശുവിനെയൊക്കെ ഒന്ന് മാറ്റി കെട്ടിട്ടാകും. അച്ഛന്മാരെ, നമ്മളെ എങ്ങനെ നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അവസ്ഥ നമ്മൾ കളിയിൽ കയറി. അപ്പോൾ നമ്മൾ ഇടിച്ചൊക്കെ കട്ട് ചെയ്യുവാണ്. ഇത് കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് പറഞ്ഞെടുത്ത് പിന്നെ അങ്ങോട്ട് കട്ട് ചെയ്യണം. അതിന് ശേഷം ഇതിനകത്തൊരു കറ കാണും. അതാണ് നമ്മുടെ വേണ്ട ഈ ചകിരി വെച്ചിട്ട് വേണ്ട ഇങ്ങനെ അങ്ങ് എടുത്തോണം, അല്ലെങ്കിൽ നമ്മുടെ കൈ മൊത്തമാവും. പിന്നെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിൽ എന്തെങ്കിലും തേച്ചാണ് കേട്ടോ. എന്നിട്ട് ഇവനെ നമ്മളെ പശുവിനൊക്കെ അരിയുന്ന കണക്ക് അങ്ങോട്ട് അരിഞ്ഞോണം. അതിങ്ങനെ അങ്ങോട്ട് അവിടെ ഇല്ലേ എന്താ ഇങ്ങനെ അങ്ങോട്ട് അരിയണം. നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിയണം. ഇപ്പോഴതിൻ്റെ മുള്ള് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. കണ്ടോ? അപ്പോൾ ഇതെല്ലാം കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചെയ്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടതിന് ശേഷം ദാവരുന്നു കേട്ടോ. ദാവരുന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ട് പറയുക ദാവരുന്നു. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ അതാണ്ട് ഈ പച്ച മുള്ളുണ്ടാണ്ട ഇതുപോലെ നമുക്കൊന്ന് മുള്ളൊന്ന് അത്യാവശ്യം ഒന്ന് ചെത്തിയെടുക്കണം. കണ്ട ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചെത്തിയെടുക്കണം. അത് ഞാൻ പറഞ്ഞത് നേരത്തെ നമുക്ക് തന്നെ ഈ സമയമെടുക്കും. പിന്നെ ഈ അരക്കും എല്ലാം കയ്യിലായിട്ടുണ്ട്. അപ്പോൾ അരക്കൊക്കെ ചിലർക്ക് കൈ പിടിക്കുന്ന ഇഷ്ടമല്ലായിരിക്കും. ഇഷ്ടമില്ലാത്തവർ അവർ ഈ പണി ചെയ്യരുത്. ഇഷ്ടമുള്ളവരെ കൊണ്ട് ഈ പണി ചെയ്യിക്കും. നമ്മൾ നല്ല കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കും. കണ്ട വളരെ എളുപ്പമുള്ളൊരു പരിപാടിയാണ്. എന്തായാലും ഈ ചക്കയ്ക്ക് ഇത്രയും രുചി ഉണ്ടെങ്കിലും ആ രുചിയിലോട്ട് നമുക്ക് എത്തണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ്, കുറച്ച് മെനക്കേടാണ്. അപ്പം ഫ്രണ്ട്സൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ആയിട്ട് ഇത് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു രസമായിരിക്കും കേട്ടോ. അതിങ്ങനെ ഒഴിക്കുക, അങ്ങോട്ട് കിട്ടുക. കൈ മൊത്തം ചക്കയുടെ കൈ ഇതുണ്ടോ നമ്മുടെ പീസ് ചേർത്തോ. അതാണ് നമ്മുടെ ഇടിച്ചക്കയുടെ ഓരോ പീസ്. വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊന്ന് ചെറുതാക്കാം. അത്രയും നല്ലതാണ്. അതിങ്ങനെ ചെറുതാക്കി ഇടാന്നുണ്ടെങ്കിൽ അത്ര നല്ലതാണ്. ഇതെല്ലാം ഒന്ന് ചെറുതാക്കിയതിന് ശേഷമാണ് ബാക്കിയുള്ള കലാപരിപാടികൾ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ചെറുതാക്കിയിട്ട് ഇതാവരും. അപ്പോൾ എന്തായാലും നമ്മളവിടെ ഇത്രയും എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് അതിനെ ചെറുതായിട്ടൊന്ന് കഴിയാം. വലിയ അഴുക്കൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് കഴിയും. അപ്പോഴേ ഏതാണ്ടേ നല്ല വൃത്തിയായിട്ട് നമ്മുടെ ചക്ക ഒന്ന് കഴുകിയെടുക്കണം. പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടേക്കിട്ട് നമ്മുടെ കുക്കറിനകത്തോട് കഴുകി സാധനം ഇട്ട് കൊടുക്കണം. അപ്പോൾ അതേ നമ്മുടെ ചക്കയിലോട്ട് അത്യാവശ്യം തോനെ വെള്ളവും വേണ്ട, കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്യണം. അതെന്താണെന്ന് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ജസ്റ്റ് കളറിന് വേണ്ടിയിട്ട് ശകലം മുളക് പൊടി ചേർക്കണം കേട്ടോ. ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതായത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതൊന്ന് ഈ വെള്ളത്തിലൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കിയാലും കുഴപ്പമില്ല, എന്നാലും ഇളക്കി കൊടുക്കാൻ നല്ലത്. എല്ലാം കൂടെ കിടന്നൊന്ന് ഇതാവട്ടെ. ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി. ഇത്രയും വരെ വളരെ എളുപ്പമാണല്ലോ അല്ലേ? കാണുന്നവർക്ക് എളുപ്പം, കാണാത്തവർക്ക് വളരെ പാടുമായിട്ട് ഭയങ്കരമായി സംഭവം നല്ലത്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഇടിച്ചക്ക പ്രയോഗമാണ്. ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കുക്കറിൻ്റെ അടപ്പ് നേരെ വെക്കുന്നു.
ഇത് അടയ്ക്കാം, അമ്മയ്ക്ക് അറിയാം. യെസ്, അടച്ചിരിക്കുന്നു. ഇനി എന്തായാലും ഒരു 2-3 വിസിലടിക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 2 വിസിൽ മതി. എനിക്കറിയാം 3ൻ്റെ ആവശ്യം വരത്തില്ല. 2 വിസിലാകുമ്പോൾ നമുക്ക് എടുത്ത് ഞെക്കി നോക്കുമ്പോൾ തന്നെ വെന്തോ ഇല്ലെന്ന് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ കുക്കറിനകത്ത് ആശാനിരുന്നൊന്ന് സെറ്റ് ആവട്ടെ. ബൈ. അപ്പോൾ എന്തായാലും നമ്മുടെ ഗ്യാസ് നമ്മുടെ കുക്കറൊന്ന് തുറക്കുവാണ്. യെസ്, നമ്മുടെ എയറൊക്കെ കയറിയിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്ന വേറെ കൊണ്ടല്ല, പല സ്ഥലങ്ങളിലും എന്താ പറയുക വെയിലായതുകൊണ്ടാണ് അത്യാവശ്യം എന്തെന്ന് തോന്നും. നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം. അപ്പൊ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചക്കയൊന്ന് ഇടിച്ചെടുക്കണം. ഇരിക്കുന്നുണ്ടോ, ഒരു ദാക്ഷിണ്യം കൊടുക്കരുത്. ഇടിച്ചക്ക എന്ന് പറഞ്ഞാൽ ഇതുപോലെ അങ്ങോട്ട് ഇടിച്ച് നല്ല പഞ്ഞിക്കെട്ട് പോലെ പൊട്ടിപ്പൊട്ടി വരും. കണ്ടോ, അടുത്തോട്ട് കാണിച്ചു കൊടുക്കും. പിന്നെ അങ്ങോട്ട് ഇടിച്ച് ഇവനെ അങ്ങോട്ട് ഇടിച്ച് ഇടിച്ചക്കയാക്കി സെറ്റാക്കി എടുക്കണം. അപ്പോൾ അന്നേരം നമ്മൾ ഇടിച്ചക്ക ഉണ്ടോ നല്ല വൃത്തിയായിട്ട് ഇടിഞ്ഞു വന്നിട്ടുണ്ട്. ചക്ക സെലക്ട് ചെയ്യുമ്പോൾ പൊട്ടിയാക്ക വേണം, അല്ലെങ്കിൽ എൻ്റെ ഈ എന്താ പറയുക ചക്കക്കുരും അതിൻ്റെ തൊലിയൊക്കെ വല്ലാതിരിക്കും. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ഇടിച്ചക്ക നമ്മൾ ഇടിച്ചൊരു സെറ്റാക്കണം. ഇനി പരുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മസാലകൾ നമുക്ക് സെറ്റ് ചെയ്യണം. ഇനിയുള്ള നമുക്ക് അടുത്ത എൻ്റെ മസാല കൂട് തയ്യാറാക്കാനാണ്. ആദ്യം വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാളികേരം, തേങ്ങ തിരുമ്പി സെറ്റാക്കി. തേങ്ങ എത്രമാത്രം തോനെയുണ്ടോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മളത് ഈ അരപ്പല്ല തോരനുള്ള തേങ്ങയ്ക്കകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് ഇട്ടുണ്ടേ. അപ്പോൾ മസാലയ്ക്കകത്ത് ചേർത്ത് ഇനി നമുക്ക് കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ കറിവേപ്പില ചൂടാണ്ട് എന്നും വെള്ളം ഒഴിക്കുന്നത്, എന്നിട്ടും അതിൻ്റെ ഇത് കണ്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതും കൂടെ കൊണ്ടുപോയി അതിനകത്തിട്ടൊന്ന് ചതച്ച് അതോടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ടേ കറിവേപ്പില വൃത്തിയായിട്ട് കഴുകിയിട്ട് അങ്ങോട്ട് പിച്ച് കണ്ടു. ഇനി അടുത്ത വരുന്നത് പറഞ്ഞാൽ ഇടിയാണ്. ചതച്ചെടുക്കും. അങ്ങനെ ആ ഇടി കൊടുക്കുമ്പോൾ തന്നെ കറിവേപ്പിലയുടെ പ്രത്യേക സ്മെല്ലുണ്ട് കേട്ടോ. ഇത് എന്തൊക്കെയാ ചേർത്തത് ഞാൻ പറഞ്ഞില്ലല്ലോ, സോറി. കറിവേപ്പില, ചുമന്നുള്ളി, വെളുത്തുള്ളി, കുറച്ച് ജീരകം ഓപ്ഷനാണ്, കാരണം കിട്ടാതെ. ഇനിയുണ്ടോ വേണ്ട നമ്മുടെ മസാല അതും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യുക. ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് വേറെ ഒന്നുമില്ല, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. അത് വൃത്തിയായിട്ട് അങ്ങോട്ട് കൈ കൊണ്ട് അങ്ങോട്ട് ഇളക്കി ഞെരടി സെറ്റാക്കി എടുക്കണം കേട്ടോ. നമ്മുടെ വൃത്തിയായിട്ട് നമ്മൾ സെറ്റാക്കണം. ഒരു സംഭവം നമ്മൾ മറന്നു പോയി, ഉപ്പിടില്ല, കുറച്ച് ഉപ്പും കൊടുത്തിടണം കേട്ടോ. ഞാൻ ഈ ഉപ്പിട്ടോളാം. ഇതിനകത്ത് നമ്മൾ ഉപ്പിടാൻ മറന്നു കേട്ടോ. വൃത്തിയായിട്ട് മസാല ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിക്കാനാട്ടോ. ഓക്കെ, അപ്പം എന്താണ് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പടപട പൊട്ടുന്നു. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇടുമ്പോൾ ഓടിക്കണം, ചിലപ്പം പുറത്തെല്ലാം സാധ്യത. അടുത്തായിട്ട് നമ്മൾ ഇടുന്ന മുതൽ അടുത്താണ് ബാക്കിയുള്ള സാധനം. ഇവനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇടിച്ചൊക്കെ വീഴുന്നു കേട്ടോ. അടിപൊളി. ഇതിനൊന്ന് ഇളക്കി വൃത്തിയാക്കി എടുക്കണം. ഇച്ചിരി ഇട്ടോ, അതിന് ചവച്ച് നോക്കും കൊണ്ടുപോകും. ഇനി നല്ല വൃത്തിയൊന്ന് ഇളക്കട്ടെ. ഏമാ എനിക്കിതൊന്ന് ഇളക്കട്ടെ. ഓക്കെ, അടിപൊളി. എല്ലാ ഭാഗത്തോട്ടും അരപ്പൊന്ന് തട്ടിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചോ ഒരു വാഴയില സെറ്റ് ചെയ്ത് വെച്ചിട്ട് താങ്ങാട്ട് അങ്ങനെ കട്ടണം. ഇത് നമ്മൾ വിത്തി ചെറുതായിട്ടൊന്ന് കൂടി കൊടുക്കാം. അധികം വേണ്ട, കുറച്ച് രീതി. യെസ്, അങ്ങനെ നമ്മളത്
ആവിയൊക്കെ ഉണ്ട്, ചെടി കൂടെ ഒക്കെ ആവി വരുന്നുണ്ട്. അപ്പം അമ്മ അതാ പൊക്കാൻ പോവാണ്. ഇല പിടിച്ചാൽ പൊക്കിയാൽ പോരെ. ഓഹോ, ഇവിടെ പ്രശ്നമാവും. യെസ്, ആവി കയറിയിട്ടുണ്ട്. ഇനി ഇന്ന് ഇളക്കിയെടുക്കാൻ പോകണം. തീ കുറച്ചോ? തീ ഓഫ് ചെയ്യും, പിന്നിടാം. നല്ല മണം. അപ്പം മച്ചാമാരെ ഇതേ അടുത്തോട്ട് വന്നു. നമ്മുടെ ഇടിച്ചക്ക റെഡി. അമ്മൂമ്മേ, അമ്മൂമ്മ അവിടെ തുണിയെടുക്കുക വേണ്ടൊക്കെയാണ്. പിന്നെ നമ്മുടെ ഈ തലക്കറി കണ്ട, ഒരു തല ഇരിക്കുന്നുണ്ടാ മോനെ. ഞാൻ ഇരിച്ച് ഇങ്ങോട്ടൊക്കെ കൊണ്ട് ഒഴിക്കണം. എന്നിട്ട് എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അടുത്തോട്ട് വന്നോ. തലക്കറിയുടെ ഒരു പീസ് മുള്ളൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഇങ്ങനെ എടുത്തിട്ടെ, മുള്ളൊക്കെ അങ്ങോട്ട് മാറ്റി ഇങ്ങനെ അങ്ങോട്ട് പൊടിക്കണം. കണ്ട, നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് പൊടിച്ചിട്ട് അതിനകത്തോട് നമ്മുടെ ഇടിച്ചക്കയും കൂടെ അങ്ങോട്ട് ഇളക്കണം. ചാറും കൂട്ട് അങ്ങോട്ട് ഇളക്കിയണ്ടേ, ഇങ്ങനെ അങ്ങോട്ട് പിടിക്കണം. കണ്ട, ഇങ്ങനെ കണ്ടാ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് മക്കളെ വേറെ ലെവല്. അപ്പം എങ്ങനെ ഇതുപോലെ ഒരു കഷ്ണം കൂടെ ഇടുക. കണ്ട, വലിയൊരു കഷ്ണം എടുത്തോളാം. നല്ല ചൂടാണ്. നമ്മൾ പുള്ളൊക്കെ വരണ്ടേ, ഇങ്ങോട്ട് പൊടിക്കണം. ഭസ്മം പോലെ അങ്ങോട്ട് പൊടി. എന്നിട്ടാണ്ടേ നമ്മൾ ഇടിച്ചൊക്കെ ഇവിടെ അതിനകത്ത് ഇട്ടാണ്ട് ഇങ്ങനെ കൂടെ ഇളക്കണം. കണ്ടാ, ഇതൊക്കെ ഇട്ടാണ്ടേ. ഓ, വേറെ ലെവൽ സാധനമാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഭയങ്കര നിങ്ങൾ മിസ് ചെയ്യും. ഓക്കെ, ശരി. ചാറ് കോഴി കഴിക്കണം. എന്നിട്ട് നമ്മൾ ഇടിച്ചക്ക ഇത് അല്ലാതെ തിന്നോട്ടെ. എല്ലാം കൂടെ ഇളക്കി വേറെ ലെവൽ. അപ്പം ഗായ്സ്, നമ്മുടെ ഇടിച്ചക്ക പ്രയോഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വിളഞ്ഞ ചക്കയൊന്നും വേണമെന്നില്ല. ഏറ്റവും കൂടുതലും അതിനകത്ത് പൊട്ട് ചക്കകൾ, കൂടുതലും ചുള പോലും ആവാതുള്ള ചക്ക എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ തൊട്ടുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ മറ്റൊരു വിശേഷമായി മറ്റൊരു വീഡിയോ കാണാം. ബൈ.